ജലവിഭവ വകുപ്പിന് കീഴിലുള്ള അണക്കെട്ടുകൾക്ക് ചുറ്റും കെട്ടിട നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ബഫർ സോൺ ഉത്തരവ് സർക്കാർ പിൻവലിക്കും. നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിച്ച വിഷയത്തിലാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറപ്പു നൽകിയത്. സർക്കാർ നിലപാട് പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. അടിയന്തര പ്രമേയത്തെ തുടർന്ന് സർക്കാർ ഉത്തരവ് റദ്ദാക്കുന്നത് നിയമസഭാ ചരിത്രത്തിൽ ആദ്യമാണ്. അണക്കെട്ടുകളുടെ ജലനിരപ്പിൽ നിന്നും കരയുടെ ഭാഗത്തേക്ക് 20 മീറ്റർ വരെയുള്ള പ്രദേശം ബഫർ സോണായി പ്രഖ്യാപിച്ചു. ഇതിനു പുറത്തുള്ള 100 മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC നിർബന്ധമാക്കി. ഇതായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ 26-ന് ജലവിഭവ വകുപ്പ് ഇറക്കിയ ഉത്തരവ്. ഈ ഉത്തരവായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിന് ആധാരം. ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് ഉത്തരവ് പിൻവലിക്കുമെന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയിൽ മറുപടി നൽകി. ജനങ്ങളിൽ ഒരാശങ്ക നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പശ്ചാത്തല നിലയിലുണ്ടെന്ന് പൊതുവിൽ ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ഗവൺമെന്റ് ചർച്ച ചെയ്യുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ 26/12 ഉത്തരവ് അത് അന്തിമമായി പരിഗണിക്കേണ്ടതില്ല. ചില മാറ്റങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ആ ഉത്തരവ് മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധത്തിൽ അത് മോഡിഫൈ ചെയ്യും. അടിയന്തര പ്രമേയ നോട്ടീസിനു പിന്നാലെ സർക്കാരിന്റെ ഒരു ഉത്തരവ് പിൻവലിക്കുന്നത് സഭയിൽ അപൂർവമാണ്. ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉത്തരവിനെ ദുരുപയോഗം ചെയ്യുന്നുവെന്നായിരുന്നു പ്രമേയത്തിന് നോട്ടീസ് നൽകിയ മോൻസ് ജോസഫിന്റെ ആരോപണം. 26/12 ഉത്തരവ് ഒരു ആശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ അത് തിരുത്തുമെന്നും അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും പറഞ്ഞതിനെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്തു. ഇക്കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പരിശോധിക്കും, ദോഷമില്ലാതെ ആ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇത് വെച്ച് കൊലവിളി ആരംഭിച്ചിരിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത പ്രശ്നമാണ് പുതിയ ഉത്തരവിലൂടെ സർക്കാർ ഉണ്ടാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഉത്തരവ് പിൻവലിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയില്ല. 24 തിരുവനന്തപുരം.